എന്താ റഹീംക്ക, കിടക്കുന്നൊന്നില്ലേ? മണി 12 നാളെ ഡ്യൂട്ടിയൊന്നുമില്ലേ? നിങ്ങൾ കിടന്നോ, ഞാൻ നാട്ടിലേക്കൊന്ന് വിളിക്കട്ടെ. ഇപ്പം ആണ് സുഖമായി സംസാരിക്കാം. ഇന്നലത്തെ പോലെ ഞങ്ങളെ ഉറക്കം കാണാനുള്ള പരിപാടിയാ. ഇന്നലെ 10 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയിട്ട് നിർത്തുമ്പോൾ മണി 2 ഇതന്നെ ഞങ്ങളൊരു പതിവാക്കിയാലോ? ഞങ്ങൾക്ക് ഉറങ്ങൊന്നും വേണ്ടേ? ഹലോ ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? നിങ്ങൾ പറഞ്ഞോളി. ഈ പാതിര നേരത്ത് നിങ്ങൾക്ക് ഉറക്കമൊന്നും ഇല്ലേ മനുഷ്യ? രാവിലെ മുതൽ തുടങ്ങിയ വീട്ടുജോലിയാ. നിങ്ങൾക്ക് പകലെപ്പോഴെങ്കിലും വിളിച്ചാ പോരെ? ഇവിടെ ആർക്കും ഉറങ്ങുമൊന്നും വേണ്ടേ? അന്നെ വിളിക്കാൻ എനിക്ക് പ്രത്യേകം കാലും സമയം നോക്കണോ സൈനോ? നീ ഒരു കാര്യം ചെയ്താ, ആ ഗ്രില്ലും കോഴിക്കൂടും അടച്ചോന്ന് നോക്കിയാ. നമ്മുടെ റഷീദ് കാക്ക് വിളിച്ചപ്പോഴാണ് അവിടുത്തെ 2 കോഴികളെ കുറുക്കാൻ കൊണ്ടുപോയത് അറിഞ്ഞത്. നിങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ലേ മനുഷ്യ? ഞാൻ കോഴിക്കൂട് നന്നായി അടച്ചിട്ടുണ്ട്. പാതിരാത്രിയാണോ കോഴിയും കുറുക്കനും? ഇക്കണ്ട കാലം നീയല്ലേ കാര്യങ്ങൾ നോക്കിയത്, ഞാനൊന്ന് ഇടപെടട്ടടി. നട്ടപ്പാതിരയ്ക്ക് ഫോൺ ചെയ്തല്ലേ ഇടപെടേണ്ടത്? അതെല്ലാം നാട്ടിൽ വന്നിട്ടാണ്. എങ്കിൽ ഞാൻ നാളെ വിളിക്കാം. വേണ്ട വേണ്ട, ഇനി നിങ്ങൾ ഒരാഴ്ച കഴിഞ്ഞ് വിളിച്ചാൽ മതി. ഇന്നലെ തന്നെ ചോറ് പായസമായി, അടുപ്പത്ത് വെച്ച കറി മുഴുവൻ തിളച്ചും പോയി. ഓ, നിങ്ങളുടെ ഈ വയസ്സുകാലത്തൊരു കിന്നാരം പറച്ചില്. എന്നാ ഞാൻ നാളെ വിളിക്കാം. ഹലോ ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. നാസറല്ലേ ഇത്? ഇത് റഹീംക്കാണ്. ഏത് റഹീംക്ക? തേക്കുംപറമ്പിലെ മൊയ്തീൻ ഖാന്റെ മകൻ നാസറല്ലേ? അതെ, മൊയ്തീക്കാന്റെ മോൻ നാസറന്നെ. ഡാ, ഇത് ഞാനാണ്, മാട്ടത്ത് റഹീമാ. എനിക്കിപ്പോൾ ആളെ അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. ലൈനും ക്ലിയർ കുറവാണല്ലോ. ഡാ, ഞാൻ ഇന്റർനെറ്റ് എന്നാ വിളിക്കുന്നത്. പണ്ടാറടങ്ങാൻ, കാക്കങ്ങളൊന്നും മെല്ലെ സംസാരിക്കേ. ഞാൻ പള്ളിന്റെ ബാക്കിലേ മാട്ടത്ത് റഹീമാ. അത് ശരി, നിങ്ങളാണോ? എന്താ റഹീംക്ക വിളിച്ചത്? ഒന്നുമില്ല, ഒന്ന് വിശേഷങ്ങൾ അറിയാമെന്ന് വിചാരിച്ചു വിളിച്ചതാ. നിനക്ക് സുഖാണോ? ആ, എനിക്ക് സുഖാണ്. വേറെ ഒന്നുമില്ലല്ലോ. എന്താ നാട്ടിലെ വിശേഷങ്ങള്? ചൂടെല്ലാം ഉണ്ടോ? അല്ല റഹീംക്ക, ഇതറിയാനാണോ നിങ്ങൾ ഈ പാതിര നേരത്തെ വിളിച്ചത്? ഇപ്പോൾ സമയം എത്രയാണെന്നറിയോ? 1:30 മണിയായി ഇവിടെ. എന്തായാലും നിങ്ങൾ പകല് വിളിക്കും, അപ്പോൾ നമുക്ക് കൂടുതൽ സംസാരിക്കാം. സമയം വൈകിയല്ലോ പഠിച്ചോനെ.
come here. Excuse me, sir. Where is Rahim? എത്ര നേരമായി വിളിക്കുന്നു? എന്തെടുക്കാണ് അയാളോട്? അയാൾ എന്തോ അവിടെ കമ്പ്യൂട്ടറിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് സാർ. കമ്പ്യൂട്ടറിലോ? ഇയാളെ കൊണ്ട് തോറ്റു. യു ക്യാൻ ഗോ. സാർ, അയാൾ ആ കമ്പ്യൂട്ടറുമായി വന്ന് മറ്റ് സ്റ്റാഫുകൾക്ക് ബുദ്ധിമുട്ടായിരിക്കുകയാണ്. അയാൾ എന്തിനാ അതുമായിട്ട് ഇവിടെ വരുന്നത്? അറിയില്ല സാർ, സാറ് തന്നെയല്ലേ കൊടുത്തത്. ഓക്കെ, യു ക്യാൻ ഗോ. റഹീം, ഇതാണ് നിങ്ങൾക്ക് ഇവിടെ ജോലി. മേലിൽ ഇത് ആവർത്തിക്കാൻ പാടില്ല.